ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. പുതിയ മൈക്ക് മാച്ച് കണ്ടോ മൈക്ക് മാച്ച്. വയറുള്ള മൈക്ക് ഉപയോഗിച്ച് ഫുള്ള് വയറെല്ലാം കുടുങ്ങി മൈക്കെല്ലാം ഫുള്ള് കംപ്ലൈന്റ് ആയി ഗൈസ്. ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു, നിനക്ക് ഈ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കൊണ്ട് ആളുകളുടെ കുറ്റം പറയാനല്ലേ പറ്റത്തുള്ളൂ, നിനക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ശരിയാണ് ഗൈസ്, എനിക്ക് വേറെ ഒരു കഴിവില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഒന്ന് ഇരുന്ന് റിയാക്ട് ചെയ്യത്തില്ല, നിന്നുകൊണ്ട് റിയാക്ട് ചെയ്യും. ഗൈസ്, ഇന്ന് അതൊന്നല്ല നമ്മുടെ വിഷയം. ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ്. എന്റെ പൊന്നു മക്കൾ, നിങ്ങൾ എങ്ങനെ ഈ ഷോ കാണുന്നത്? ഈ കേരളത്തിൽ വെച്ചിട്ട് ഇത്രയും വൃത്തിയായിട്ട ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമായിരിക്കും. ഒരു എപ്പിസോഡ് എത്ര സമയം? എനിക്കറിയില്ല. ഇത്രയും സമയം നിങ്ങൾ ഈ വീരെ കാണുന്ന ഇങ്ങക്കില്ലേ? ശരിക്കും നിങ്ങൾക്ക് തരണോ എന്തേലും പ്രൈസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എപ്പിസോഡ് എടുത്ത് കണ്ടിട്ട് മനുഷ്യന്റെ ഊപ്പാടളകി. എന്തോന്നാണ് ഇതില്? ഇത് എന്തിനാണ് ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വരും, ബിഗ് ബോക്സിന്റെ സംബന്ധപരമായിട്ടുള്ള കുറച്ച് റീൽസ്. അപ്പൊ അതിലെ കുറച്ച് റീൽസ് എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ വിചാരിച്ചു. ഈ വീടിനുള്ളിൽ എത്ര വാഴകളുണ്ട്? വാഴ ബിഗ് ബോക്സിന്റെ ആൾക്കാർക്ക് വരെ അറിയാം വാഴ എന്നുള്ള കാര്യം. ഒരു ഉപകാരം ഒരു ആവശ്യം ഞാൻ അതിൽ കണ്ടിട്ടില്ല. കുറച്ച് സമയം ഇങ്ങനത്തെ ചോദ്യം ഉത്തരം ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ പിന്നെ എല്ലാരും കൂടി വട്ടത്തിൽ. ഇതാണ് ബിഗ് ബോക്സ്. അരിയണ്ണ ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കോലത്തിലാന്നൊക്കെ ആരല്ലോ പറയുന്നത്. അരിയണ്ണന്റെ മുഖത്ത് ഒരു സങ്കടം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ബിഗ് ബോസിൽ കയറുന്നവന്റെ ഒപ്പം തന്നെ ആ കാറ് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ ബിഗ് ബോക്സിന്റെ ഉള്ളിൽ ആ കാറ് ഉണ്ടെങ്കിൽ അരിയണ്ണ എല്ലാത്തിനും അരിഞ്ഞിട്ടുണ്ടാവുന്നു. പറ്റുവാണെ ബിഗ് ബോസ് കാറൊന്നും അതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക. എന്നാ അരിയണ്ണന്റെ അരിഞ്ഞിട്ടുള്ള സംഭവം കാണിച്ചു ഇവിടെ ഒറ്റ എഴുത്ത് നിക്കത്തില്ല. ഇങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. മനസ്സിലാവണ്ട? ഈ നമുക്കൊരു ഗ്യാപ്പ് കിട്ടണെന്ന് ഗ്യാപ്പ് നീ എടുത്തോ. പൂജ ഇവിടെ ഗ്യാപ്പ് നീ എടുത്തോ. ഇവിടെ ഗ്യാപ്പ് കിട്ടുന്ന ഒറ്റ സ്ഥലം ഇവിടെ അറിയാമോ? കക്കൂസ്. പോയിരുന്നോ? അത് നന്നായി. അപ്പനെ മോള് ഗബ്രിയലിനൊപ്പം കുത്തിരിക്കുന്നു. ഇവക്ക് നിന്നെ ഗ്യാപ്പ് ഫുള്ള് ഗ്യാപ്പ് തന്നെയല്ലേ? വൃത്തിയില്ലാത്തവള് അത് ഇത് വരക്ക് ഇങ്ങനെ പോകും. ഇങ്ങനെ വരക്കും. എന്നിട്ട് ഇപ്പുറം കുറച്ച് വരക്കും. എന്നിട്ട് ഇപ്പുറം കുറച്ച്. എന്നിട്ട് ബാക്കി ഗബ്രീന്റെ മാത്ത്. ഈ പൊട്ടൻ അറിയില്ല ഓളെ മറ്റേ മൂക്കിട്ട് വിലക്കുന്ന കർച്ചീഫാ ഇവനെ എന്നുള്ള കാര്യം. എന്നിട്ട് ഓളപ്പരം ഇങ്ങനെ പറ്റി നടക്കും. അവിടെ പോള എണീച്ചിട്ട് ഈ പരിപാടിക്കുന്നല്ലോ. ബിഗ് ബോസ് പറഞ്ഞ വായ വെക്ക്. ഇത് എത്ര ദിവസം? 100 ദിവസമോ? ഈ 100 ദിവസം ഞാൻ പറയുന്നത് വായ വെച്ചിട്ടുണ്ട കുറച്ചെങ്കിലും കൊലക്കും. മനുഷ്യനല്ലേ ഞാൻ, കേൾക്കുന്നതിനും സഹിക്കുന്നതിനൊക്കെ പരിധിയില്ലേ? പരിധിയില്ല. മൂക്കട്ടരക്കല് കുറച്ച് നിർത്താം. അടുത്ത ബിഗ് ബോസ് തുടങ്ങുമ്പോ അവിടെയുള്ള എല്ലാ സോഫയും കട്ടിലും നില എല്ലാം സാനിറ്റൈസർ ഇട്ട് കൊടുക്കാം. നമ്മളെ കൊറേ പട്ടിഷോയും മുമ്പിൽ കാണിക്കുന്നല്ലേ ഉള്ളൂ. അതാ ഒരക്ക് ഓന്റെ മേത്ത് ഒരക്ക്, ഓന്റെ വായിൽ ഒരച്ചോടിക്ക്. നിന്നുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ തെറിയൊന്നും പോരാഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് പിന്നെയും പോകുന്നത്. അവിടുന്ന് കൂടി നല്ല രീതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഓൾറെഡി യൂട്യൂബിൽ അതിലെല്ലാം കുത്തിറിഞ്ഞിട്ട് കിട്ടേണ്ട നല്ലോണം കിട്ടുന്നുണ്ട് ഇവർക്കെല്ലാം. അത് പോരാഞ്ഞിട്ട് ബിഗ് ബോക്സിൽ പോയിട്ട് കാണുന്ന ആൾക്കാരെ ഭയന്നും കൂടി കിട്ടിയാലേ ഇവർക്ക് സമാധാനമാകത്തുള്ളൂ. ഇനി മാത്രം മുക്കിട്ടിടുന്ന ഇവർക്ക് ഇതെത്ര ഒരക്കുന്ന എല്ലാവരും കൊണ്ടുപോയിട്ട് ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്കറിയാം ഇനിയിപ്പോ ആരെന്തെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്താണ് പ്രശ്നം? ഞാൻ പറയട്ടെ, എനിക്കറിയാമില്ല ഞാൻ ചെയ്യുന്നില്ല. ഇന്നല്ലെങ്കിൽ മൂക്കിട്ട് ഒലിപ്പിക്കുന്ന കാണുന്നില്ല ഗൈസ്. ഓക്കെ അത് ആടെ ഒരക്കണോ? അതിന് വേണ്ടിട്ട് അവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമ്മതിക്കൂ. ബിഗ് ബോസുകാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് അത് സമ്മതിക്കാണ്ട് പറഞ്ഞുവിടേണ്ട പരിപാടിയാണ്. ഇല്ല അവിടെയൊക്കെ കരഞ്ഞ് മെയ്യാണ് മൂക്കിട്ട് ഒലിപ്പിക്കും. ഇരക്ക് വന്നിട്ട് സോഫയമേൽ. ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്കറിയാം ഇനിയിപ്പോ ആരെന്തെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്താണ് പ്രശ്നം? ഞാൻ പറയട്ടെ, എനിക്കറിയാമില്ല ഞാൻ ചെയ്യുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് മാറും. തെറ്റിദ്ധാരണകളാണെ മാറും. അത് മാറി ചിന്തിക്കും എന്നുള്ളൊരിതുണ്ട്. പക്ഷേ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ
എല്ലാരും കൂടി ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഈ സാധനത്തിൽ വന്നത്, അല്ലെ ഇന്ന മറ്റേ എടുത്ത് അതിന്റെ മോള് കയറ്റൊക്കെ വിചാരിച്ചിട്ടാണോ ബിഗ് ബോസിൽ വന്നത്? അവിടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴക്കാൻ വേണ്ടിട്ടാണ് വരുന്നത് ഈ ബിഗ് ബോസിൽ. പിന്നെ കെട്ടുമുട്ടെടുത്ത് പോയിക്കൂടെ, എപ്പം വേണമെങ്കിൽ പോയിക്കൂടി സങ്കടങ്ങളും ഇത്ര പ്രയാസങ്ങളും സഹിച്ച് താങ്കൾ എന്തിനാണ് മൂക്കിട്ടോ ഇങ്ങനെ വരച്ചിട്ട് അവിടെ തന്നെ കുത്തിരിക്കുന്നതാണ് എന്റെ ചോദ്യം. അറിയൂ, ഒരക്കിരിക്കുമ്പോ ചെന്നി കുത്തായി ഇങ്ങനെ നല്ലോണം തിന്നിട്ട് എല്ലി കുത്തത്തില്ലേ, അങ്ങനെ നല്ലോണം തിന്നിട്ട് അപ്പൊ ബിഗ് ബോസിൽ പോകണം തോന്നി, അങ്ങനെ ബിഗ് ബോസിലേക്ക് വന്നു. അപ്പൊ എല്ലി കുത്തങ്ങ് മാറി, എന്നാ പിന്നെ ഇനി വരാൻ തോന്നൂലല്ലോ. ബാക്കി എല്ലാവരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരാണ്, തോൽപ്പിക്കാൻ വന്നവരാണ്. പക്ഷെ ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളെ തകർന്നിരിക്കുമ്പോ അല്ലെങ്കിൽ കുത്തി 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 നമ്മൾ മുറിവേൽപ്പിക്കൂലല്ലോ. ആരാടാ പിന്നെടുത്തൊരു കുത്തിയ മാറ്റാണെങ്കിൽ ശൂലായിട്ട് ഇതങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് ഞാനാണ് ഇവിടെ സെൽഫിഷ്, ഞാനാണ് ഗെയിം കളിക്കുന്നത്. പക്ഷെ ഞാനൊരാൾക്ക് വിഷമം വരുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല. എപ്പത്തെ ക്ലിപ്പാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ് ഷിറ്റ് ഓഫ് പരിപാടീസ്. ഐ ഹേറ്റ് ദിസ് ടൈപ്പ് ഓഫ് പരിപാടീസ്. ചൂടായിട്ട് ഞാൻ കണ്ട് ഹരിയാണ കാറ് വേണ്ട പോലും, കാർ ഇല്ലാണ്ട് ചൂടാന്നാണ് പറയുന്നത്. ജാസ്മിൻ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ജില്ല. അരിയണ്ണന്റെ മുമ്പിൽ നിൽക്കണ്ട അരിഞ്ഞാളെയും കേട്ടാ ഒക്കെ നല്ലോണം കൊണ്ട് മാറിയുന്നോ സൈഡായിക്കോ. ഞാൻ ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുന്ന പോലും ആൾക്കാർക്ക് കംഫർട്ട് അല്ല, മനസ്സിലാവുന്നു? ഞാൻ ക്യാപ്റ്റനാണ്. എന്റെ മൂക്കിട്ട് ഉറക്കാത്ത അതൊന്നും എനിക്ക് കാണുന്നത് ഒരിക്കുന്നതിന്റെ മേത്ത്. ഞാൻ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കുന്നു, ഞാൻ പ്രശ്നം വഷളാവാതിരിക്കാനാണ് പോകുന്നത്. അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് കേൾക്കണ്ടേ, എന്നാലല്ലേ എനിക്കൊരു ഡിസിഷൻ പറയാൻ പറ്റുള്ളൂ. വക്കുമൂലം കേട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പോയിരിക്കുന്നത് തന്നെ ഡിസ്കംഫർട്ടാണ്, എന്നെ കാണുന്നത് തന്നെ ഡിസ്കംഫർട്ടാണ്, ജാസ്മിൻ പറയുന്നതേ ഡിസ്കംഫർട്ട്. സത്യം. എന്തിനാ പൊന്നോൾ ഇത്ര വിഷമ ഇത്ര വിഷമിച്ചിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യം? ഒന്ന് കീന് പോയാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഇത് റോക്കി 16 ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ്. ഇത് മറ്റേ ഫസ്റ്റ് വന്നേരം ഉള്ള ചങ്ങലല്ലേ, ഇവനെന്തിട്ട് എന്തോ ഇതാക്കിട്ട് പുറത്താക്കി സാന്തിന. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാണ്. ഞാൻ ഈ ബോട്ടിൽ അങ്ങ് കൊടുക്കാൻ പോകണമെന്ന് ഞാൻ ചുമ്മാ ഒന്നുമല്ല. നമ്മുടെ റോക്കി 14 ദിവസം ബിഗ് ബോസിൽ നിന്നപ്പോ റോക്കി ഇപ്പൊ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. റോക്കി ശരിക്കും KGF റോക്കി ബായി ആയി എന്നാണെന്ന് തോന്നുന്നു. 14 ദിവസം കുടിച്ച വാട്ടർ ബോട്ടില് 10 ലക്ഷം ഉറുപ്പ്യക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 10 ലക്ഷം ഉറുപ്പ്യക്ക്. ബാക്കി ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് ഈ വാട്ടർ ബോട്ടിൽ കൊടുക്കും. ഇത് 10 ലക്ഷം രൂപ എന്ന് വാങ്ങുന്ന ആള് അത് ഈ ലോകത്ത് എവിടെയായിരുന്നാലും ശരി, ഞാൻ അവരുടെ കയ്യിൽ ഇത് കൊണ്ടുവന്ന് 10 ലക്ഷം ഉറുപ്പ്യ തന്നിട്ട് ആ ബോട്ടിൽ എടുക്കുന്ന ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. ബിഗ് ബോസിന് പുറത്താക്കിയതിനു ശേഷം ദാരിദ്ര്യമായോന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോ ഗൈസ് ഞാൻ ബിഗ് ബോസിൽ ഇട്ട ഷഡ്ഡിയാണ് ഇത് ഞാൻ 1 ലക്ഷം ഉറുപ്പ്യക്കാണ് ഗൈസ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ് ഞാൻ ബിഗ് ബോസിൽ 14 ദിവസം പല്ല് തേച്ച ബ്രഷ് വെറും 40 ലക്ഷം ഉറുപ്പ്യക്കാണ് ഗൈസ് ഞാൻ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നവനക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഞാൻ രാവിലെ വന്നിട്ട് ഓന്റെ പല്ല ബ്രഷ് വെച്ച് തേച്ചോളും ഗൈസ്. അത്ര കേപ്പബിലിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് കേപ്പബിലിറ്റി വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഏലിയൻ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ഏലിയൻ ലാംഗ്വേജസ്. ഓ നമ്മൾ ഏലിയൻ ആണോ? ഐ ലുക്ക് ലൈക്ക് ഏലിയൻ. ഏലിയൻ ഐ ലുക്ക് ലൈക്ക് ഏലിയൻ. ഐ ആം ആസ്കിങ് യു. ഞാൻ ഏലിയന്റെ പോലെ കാണാറുണ്ടോ? വേറെ ആൾക്കാർ വിചാരിക്കുന്നത് എന്റെ ബാക്കിലെ കുട്ടണ്ട, അത് തിരിച്ച് ഞാൻ ഏതാണെങ്കിലും കൊടുക്കാം. അത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് മനസ്സിലായോ? സത്യമായിട്ട് ഇതെന്താ മലയാളം തന്നെയാണ് ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇതെന്താ പറയുന്നത്? അറിയാനിട്ടല്ല പറയുന്നത്, മനസ്സിലായിട്ട് തിരിച്ചു പറയാം. ഈ ചങ്ങായി കേറിയ പാട് മുതൽ എത്രയോ 2, 3, 4 ദിവസത്തിനായിട്ട് ഭയങ്കര സ്റ്റാറ്റസ് ഓളങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇപ്പൊ ചത്ത് കഴിച്ചു, ഒറ്റയടിക്ക് ചത്ത്. ആരൊക്കെ അങ്ങ് അടിച്ചങ്ങ് മണ്ണിനടി താറ്റോ കാണുന്നില്ല, പൊടി പോലും കാണുന്നില്ല. ഇപ്പൊ സംഭവം ശരിയാ, ഉനക്ക് മനസ്സിലാക്കില്ല, എനക്ക് മനസ്സിലാക്കില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയായിരുന്നു, എനിക്ക് മനസ്സിലാക്കില്ല എന്താ പറഞ്ഞത് സത്യമായിട്ട്. ഗൈസ് ഇന്നത്തെ എന്റെ ബിഗ് ബോക്സ് റിയാക്ഷൻ ഇത്രയാണുള്ളൂ ഗൈസ്. ഞാൻ ഈ പരിപാടി സത്യമായിട്ട് കാണില്ല, എനിക്ക് ഈ പരിപാടി കാണുമ്പോഴേ ചോർച്ചിലെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും
പറയാനൊന്നും ഇല്ല ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പരിപാടി കണ്ണെടുത്താക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത പുതിയ നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.